എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന്റെ പേര് ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്നാണ്. എന്താണ് ഈ ജെനറ്റിക്സ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജീനുകളെക്കുറിച്ചുള്ള പഠനമാണിത്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങൾക്കും രൂപത്തിനുമൊക്കെ കാരണം ഈ ജീനുകളാണ്. രസകരമായി തോന്നുന്നില്ലേ? ഈ ചാപ്റ്ററിൽ നമ്മൾ ജീനുകളെക്കുറിച്ചും DNA-യെക്കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നിങ്ങൾ റെഡിയാണോ? നമുക്ക് തുടങ്ങാം, അല്ലേ? അടുത്തിടെ 2020-ൽ രസതന്ത്രത്തിൽ ഒരു നോബൽ സമ്മാനം കൊടുത്തു. എന്തിനാണെന്നറിയാമോ? ജീൻ എഡിറ്റിംഗിൽ ഒരു പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചതിനാണ്. ഇമ്മാനുവൽ ചാർപെന്റിയറിനും ജെന്നിഫർ ഡൗഡ്നെയ്ക്കുമാണ് ആ സമ്മാനം കിട്ടിയത്. എന്താണ് ഈ ജീൻ എഡിറ്റിംഗ്? ജീനുകളിൽ നമുക്ക് ഇഷ്ടമുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു വിദ്യയാണിത്. കൊള്ളാമല്ലേ? CRISPR-Cas9 എന്നാണ് ഈ ടെക്നോളജിയുടെ പേര്. ഇതൊരു വലിയ കണ്ടുപിടുത്തമാണ്. കാരണം ഇതുപയോഗിച്ച് ജനിതക രോഗങ്ങൾ പോലും ചികിത്സിക്കാൻ പറ്റുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. കാൻസർ ചികിത്സയിലും ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അതുമാത്രമല്ല, കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള പുതിയ സസ്യങ്ങളെ ഉണ്ടാക്കാനും ഇത് സഹായിക്കും. അപ്പോ ജീനുകളെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? പക്ഷേ ഒരു സംശയം. ജീനുകളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്യുന്നത്? നല്ല ചോദ്യമല്ലേ? എനിക്കും തോന്നിയിരുന്നു ഈ സംശയം ആദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ DNA-യെയും ജീനുകളെയും കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം. DNA എന്ന് കേട്ടിട്ടില്ലേ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിന്റെ മുഴുവൻ പേര്. പേരുകേട്ട് പേടിക്കണ്ട, നമുക്ക് സിമ്പിളായി പഠിക്കാം. അപ്പോൾ നമുക്ക് DNA എവിടെയാണ് ഇരിക്കുന്നതെന്നും അതിന്റെ ഘടന എങ്ങനെയാണെന്നും നോക്കാം. റെഡിയല്ലേ? എല്ലാരും എവിടെ ശ്രദ്ധിക്കണേ. നമ്മുടെ ശരീരം കോശങ്ങൾ അഥവാ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ഓരോ കോശത്തിനകത്തും ഒരു കേന്ദ്രമുണ്ട്. അതിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ക്രോമസോമുകൾ ഉള്ളത്. ഈ ക്രോമസോമുകൾക്കുള്ളിലാണ് നമ്മുടെ DNA ഇരിക്കുന്നത്. അപ്പോൾ DNA-യുടെ സ്ഥാനം മനസ്സിലായോ? സെൽ, അതിനുള്ളിൽ ന്യൂക്ലിയസ്, അതിനുള്ളിൽ ക്രോമസോം, അതിനുള്ളിലാണ് DNA. സിമ്പിളല്ലേ? DNA-യുടെ ഘടന കണ്ടുപിടിച്ചത് ജീവശാസ്ത്രത്തിലെ ഒരു വലിയ മുന്നേറ്റമായിരുന്നു. 1953-ലാണ് അത് കണ്ടുപിടിച്ചത്. ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് DNA-യുടെ ഘടന ഒരു മോഡലായി അവതരിപ്പിച്ചത്. അവർ അതിനെ ഡബിൾ ഹെലിക്സ് മോഡൽ എന്ന് വിളിച്ചു. എന്താണ് ഈ ഡബിൾ ഹെലിക്സ്? അതൊരു പിരിയൻ ഗോവണി പോലെയാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ പിരിയൻ ഗോവണി? അതുപോലെയാണ് DNA-യുടെ ആകൃതി. ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ വേറെയും ആളുകളുണ്ടായിരുന്നു. റോസലിൻ ഫ്രാങ്ക്ലിൻ, മൗറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളാണ് വാട്സണും ക്രിക്കിനും സഹായകമായത്. റോസലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത ഒരു ഫോട്ടോ 51 വളരെ നിർണായകമായിരുന്നു. പക്ഷെ സങ്കടകരമായ കാര്യം എന്തെന്നാൽ അവർക്ക് നോബൽ സമ്മാനം കിട്ടുന്നതിനു മുൻപേ 37-ാമത്തെ വയസ്സിൽ അവർ മരണപ്പെട്ടു. പിന്നീട് വാട്സണും ക്രിക്കിനും വിൽക്കിൻസിനും 1962-ൽ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. DNA-യുടെ ഘടനയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശദമായി പഠിക്കാം. ഒരു ചിത്രം നോക്കിയാലോ? അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. DNA-ക്ക് 2 ചരടുകളുണ്ട്, അഥവാ സ്ട്രാൻഡ്സ്. ഈ 2 ചരടുകളും ചേർന്നാണ് ആ പിരിയൻ ഗോവണി ഉണ്ടാകുന്നത്. ഈ ചരടുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ്. പഞ്ചസാരയും ഫോസ്ഫേറ്റും. ഗോവണിയുടെ പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ്. 4 തരം നൈട്രജൻ ബേസുകളുണ്ട്: അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. നമുക്കിവയെ A, G, C, T എന്ന് ചുരുക്കി വിളിക്കാം. എളുപ്പമല്ലേ ഇതോർത്തിരിക്കാൻ? A ഫോർ അഡിനിൻ, G ഫോർ ഗ്വാനിൻ, C ഫോർ സൈറ്റോസിൻ, T ഫോർ തൈമിൻ. ഈ ബേസുകൾ ജോഡികളായിട്ടാണ് കാണുന്നത്. അതാണ് ഗോവണിയുടെ പടികൾ. അഡിനിൻ എപ്പോഴും തൈമിനുമായി മാത്രമേ ജോഡിച്ചേരുകയുള്ളൂ. A എപ്പോഴും Tയുമായി കൂടിച്ചേരുന്നു. അതുപോലെ ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായി മാത്രമേ ജോഡിച്ചേരുകയുള്ളൂ. G എപ്പോഴും Cയുമായി കൂടിച്ചേരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറന്നുപോകരുത് കേട്ടോ. ATGC. ഒന്നുകൂടി പറയാം, ATGC. അപ്പോൾ
DNA ഘടനയെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയില്ലേ? 2 ചരടുകൾ, അവ ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇടയിലുള്ള പടികൾ നൈട്രജൻ ബേസുകളാണ്. എ, ടി, ജി, സി എന്നിങ്ങനെ 4 തരം ബേസുകളുണ്ട്. എ ടിയുമായും ജി സിയുമായും ജോഡിച്ചേരുന്നു. ഈ ഘടന ഒരു പിരിയൻ ഗോവണി പോലെയാണ്. ഇതിനെയാണ് ഡബിൾ ഹെലിക്സ് എന്ന് പറയുന്നത്. DNA അടിസ്ഥാന നിർമ്മാണ ഘടകത്തെ ന്യൂക്ലിയോടൈഡ് എന്നാണ് പറയുന്നത്. ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ടെന്നറിയാമോ? ഒരു ഷുഗർ തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പിന്നെ ഒരു നൈട്രജൻ ബേസ്. ഇവ മൂന്നും ചേർന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് DNA ഉണ്ടാകുന്നത്. ഇനി ഒരു സംശയം. ഒരു മനുഷ്യകോശത്തിലെ DNA നീളം എത്രയാണെന്നറിയാമോ? ഏകദേശം 2 മീറ്റർ. കൊള്ളാമല്ലേ? നമ്മുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടാനുകോടി കോശങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കോശങ്ങളിലെയും DNAകൾ ചേർത്തുവെച്ചാൽ അത് ഭൂമിയെ എത്ര തവണ ചുറ്റാൻ പറ്റുമെന്നറിയാമോ? ഏതാണ്ട് 20 ലക്ഷം തവണ. ഇൻക്രെഡിബിൾ അല്ലേ? അപ്പോൾ പുതിയൊരു സംശയം വരും. ഇത്രയും നീളമുള്ള ഈ DNA എങ്ങനെയാണ് വളരെ ചെറിയൊരു കോശത്തിനുള്ളിലെ ക്രോമസോമിൽ ഒതുങ്ങിയിരിക്കുന്നത്? നല്ല ചോദ്യമല്ലേ? എനിക്കും തോന്നിയിരുന്നു ഈ സംശയം ആദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ DNAയെയും ജീനുകളെയും കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം. ഹിസ്റ്റോൺ എന്നൊരു തരം പ്രോട്ടീനുണ്ട്. ഈ ഹിസ്റ്റോൺ പ്രോട്ടീനുകൾക്ക് ചുറ്റുമാണ് DNA നൂലുപോലെ ചുറ്റിയിരിക്കുന്നത്. 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നു. അതിനു മുകളിലൂടെ DNA ചുറ്റുമ്പോൾ ഉണ്ടാകുന്ന ഘടനയെ ന്യൂക്ലിയോസോം എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള അനേകം ന്യൂക്ലിയോസോമുകൾ വീണ്ടും ചുറ്റിപ്പിണിഞ്ഞാണ് ക്രോമസോം ഉണ്ടാകുന്നത്. ഒരു നീണ്ട നൂല് ഒരു ചെറിയ പന്തിലേക്ക് ചുരുട്ടിവെക്കുന്നത് പോലെ. മനസ്സിലായോ? ഓരോ ജീവിവർഗത്തിനും ഒരു നിശ്ചിത എണ്ണം ക്രോമസോമുകളുണ്ട്. മനുഷ്യന് എത്ര ക്രോമസോമുകളാണുള്ളത്? ആർക്കെങ്കിലും അറിയാമോ? 46 ക്രോമസോമുകളാണ് നമുക്കുള്ളത്. അതായത് 23 ജോഡികൾ. എന്തുകൊണ്ടാണ് ജോഡികളായി കാണുന്നത്? കാരണം നമുക്ക് ഒരെണ്ണം അമ്മയിൽ നിന്നും ഒരെണ്ണം അച്ഛനിൽ നിന്നുമാണ് കിട്ടുന്നത്. ഈ ജോഡികളെ ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നു. നമ്മുടെ ക്രോമസോമുകളെ 2ആയി തിരിക്കാം. ഒന്ന് ശാരീരിക ക്രോമസോമുകൾ അഥവാ സൊമാറ്റിക് ക്രോമസോംസ്. 2 ലിംഗനിർണയ ക്രോമസോമുകൾ. ശാരീരിക ക്രോമസോമുകൾ നമ്മുടെ ശരീരത്തിന്റെ ഓരോ സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നു. മുടിയുടെ നിറം, കണ്ണിന്റെ നിറം, ഉയരം, അങ്ങനെ പലതും. നമുക്ക് 22 ജോഡി, അതായത് 44 ശാരീരിക ക്രോമസോമുകളുണ്ട്. ബാക്കിയുള്ള ഒരു ജോഡിയാണ് ലിംഗനിർണയ ക്രോമസോമുകൾ. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇത് നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നു. 2 തരം ലിംഗനിർണയ ക്രോമസോമുകളുണ്ട്. എക്സ് ക്രോമസോമും വൈ ക്രോമസോമും. സ്ത്രീകളിൽ 2 എക്സ് ക്രോമസോമുകളാണ്. പുരുഷന്മാരിൽ ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമുമാണ്. വൈ ക്രോമസോം എക്സിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ ജനിതക ഘടന എങ്ങനെ എഴുതാം? 44 സൊമാറ്റിക് ക്രോമസോംസ് പ്ലസ് XX സെക്സ് ക്രോമസോംസ്. പുരുഷന്റെയോ 44 സൊമാറ്റിക് ക്രോമസോംസ് പ്ലസ് XY സെക്സ് ക്രോമസോംസ്. എളുപ്പമല്ലേ ഇതോർത്തിരിക്കാൻ? അപ്പോൾ നമ്മൾ DNA, ക്രോമസോം, അതിന്റെ ഘടന, മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം, തരംതിരിവ് എന്നിവയെക്കുറിച്ചൊക്കെ പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മൾ ജീനുകളെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. എന്താണ് ഒരു ജീൻ? DNAയുടെ ഒരു പ്രത്യേക ഭാഗമാണ് ജീൻ. ഒരു പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള നിർദ്ദേശം അടങ്ങിയ DNAയുടെ ഭാഗം. ഈ പ്രോട്ടീനുകളാണ് നമ്മുടെ ഓരോ സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ജീനാണ് നമ്മുടെ സ്വഭാവങ്ങളുടെ അടിസ്ഥാനം. മനസ്സിലായോ? ഒരു DNAയിൽ ആയിരക്കണക്കിന് ജീനുകളുണ്ടാകും. ഓരോ ജീനും ഓരോ പ്രത്യേക ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ചില ജീനുകൾ കണ്ണിന്റെ നിറം തീരുമാനിക്കുന്നു. മറ്റു ചിലത് മുടിയുടെ സ്വഭാവം തീരുമാനിക്കുന്നു. ഇങ്ങനെ ഓരോന്നിനും ഓരോ ജീൻ. നമ്മുടെ കോശങ്ങളിൽ DNA ഇരട്ടിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഇതിനെ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നു. കോശവിഭജനം നടക്കുമ്പോൾ ഓരോ പുതിയ കോശത്തിനും DNAയുടെ ഒരു കോപ്പി കിട്ടണ്ടേ? അതിനുവേണ്ടിയാണ് ഈ പ്രക്രിയ. DNAയുടെ 2 ചരടുകളും വേർപിരിയും. എന്നിട്ട് ഓരോ ചരടും ഒരു പുതിയ പങ്കാളിയെ നിർമ്മിക്കും. അങ്ങനെ ഒരു DNAയിൽ നിന്ന് ഒരേപോലെയുള്ള 2 DNAകൾ ഉണ്ടാകും. കൊള്ളാമല്ലേ ഈ സിസ്റ്റം? RNAയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? റൈബോന്യൂക്ലിക് ആസിഡ്. ഇതും DNA പോലെയുള്ള ഒരു ന്യൂക്ലിക് ആസിഡാണ്. പക്ഷെ ചില വ്യത്യാസങ്ങളുണ്ട്.
RNAക്ക് ഒരു ചരടേ ഉള്ളൂ. DNA-ക്ക് രണ്ടെണ്ണമുണ്ടല്ലോ. RNA-യിലെ പഞ്ചസാര റൈബോസ് ആണ്. DNA-യിലാകട്ടെ ഡിയോക്സി റൈബോസ് ആണ്. പിന്നെ RNA-യിൽ തൈമിൻ എന്ന ബേസിനു പകരം യുറാസിൽ എന്ന ബേസാണുള്ളത്. AU, GC എന്നിങ്ങനെയാണ് RNA-യിലെ ജോഡിച്ചേരൽ. പ്രോട്ടീൻ നിർമ്മാണത്തിൽ RNA-ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. DNA-യിലുള്ള സന്ദേശം കോശത്തിലെ റൈബോസോമിലേക്ക് എത്തിക്കുന്നത് RNA ആണ്. അതുകൊണ്ട് ഇതിനെ മെസ്സഞ്ചർ RNA എന്ന് പറയുന്നു. അവിടെ വെച്ചാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ DNA ഒരു ബോസിനെ പോലെയാണ്. എല്ലാ നിർദ്ദേശങ്ങളും DNA-യുടെ കയ്യിലാണ്. RNA ഒരു മെസ്സഞ്ചറിനെ പോലെയാണ്. നിർദ്ദേശങ്ങൾ വേണ്ട സ്ഥലത്തെത്തിക്കുന്നു. എന്നിട്ട് പ്രോട്ടീൻ എന്ന ജോലിക്ക് റാപ്പണ ചെയ്യുന്നു. നല്ലൊരു ഉദാഹരണമല്ലേ? അപ്പോൾ നമ്മൾ ജീൻ, DNA, RNA, ക്രോമസോം മെൻഡലിന്റെ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ഡോമിനന്റ്, റിസസീവ് എന്നൊക്കെ. അതായത് ഒരു ജീനിന്റെ 2 രൂപങ്ങൾ അലീൽസ് ഉണ്ടെങ്കിൽ അതിൽ ഒന്നിന്റെ സ്വഭാവം മാത്രമേ പ്രകടമാകൂ, മറ്റേത് മറഞ്ഞിരിക്കും. പക്ഷെ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുമോ? ഇല്ല. ചില സമയങ്ങളിൽ മെൻഡലിന്റെ നിയമങ്ങളല്ലാത്ത രീതിയിലും കാര്യങ്ങൾ നടക്കും. അതിനെയാണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമുക്കത് നോക്കിയാലോ? രസകരമാണ്. ഒന്നാമത്തെ ഉദാഹരണമാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. പേരുപോലെ തന്നെ ഇവിടെ ഡോമിനൻസ് പൂർണ്ണമല്ല. അതായത് ഒരു അലീലിനും മറ്റൊന്നിനെ പൂർണ്ണമായും മറയ്ക്കാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. 4 മണിപ്പൂവ് കണ്ടിട്ടുണ്ടോ? ഒരു ചുവന്ന 4 മണിപ്പൂവും ഒരു വെള്ള 4 മണിപ്പൂവും തമ്മിൽ ക്രോസ് ചെയ്താൽ എന്ത് നിറത്തിലുള്ള പൂവായിരിക്കും കിട്ടുക? മെൻഡലിന്റെ നിയമമനുസരിച്ച് ഒന്നുകിൽ ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, അല്ലേ? കാരണം ഒന്ന് ഡോമിനന്റ് ആയിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമുക്ക് കിട്ടുന്നത് പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ്. ഹായ്, ചുവപ്പുമല്ല വെള്ളയുമല്ല, രണ്ടിന്റെയും ഇടയിൽ ഒരു പുതിയ നിറം. കാരണം ചുവപ്പ് നിറം കൊടുക്കുന്ന അലീലിന് വെള്ള നിറം കൊടുക്കുന്ന അലീലിനെ പൂർണ്ണമായി മറയ്ക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ രണ്ടിന്റെയും സ്വഭാവം കുറച്ച് ചേർന്ന് ഒരു പുതിയ സ്വഭാവം ഉണ്ടായി. ഇതിനെയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? ഇനി അടുത്തത് നോക്കാം. കോഡോമിനൻസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 2 അലീലിന്റെയും സ്വഭാവം ഒരേ സമയം പ്രകടമാകും. ആരും ആരെയും മറയ്ക്കുന്നില്ല. 2 പേരും പറയും ഞാനും എന്റെ കഴിവ് കാണിക്കും എന്ന്. ഒരു ഉദാഹരണം ചില പശുക്കളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട് പാറ്റേൺ. അതായത് ചുവന്ന രോമങ്ങളും വെള്ള രോമങ്ങളും ഇടകലർന്ന് കാണപ്പെടും. ചുവപ്പും വെള്ളയും ചേർന്ന ഒരു പുതിയ നിറമല്ല ഉണ്ടാകുന്നത്. പകരം ചുവന്ന രോമങ്ങളും കാണും, വെള്ള രോമങ്ങളും കാണും. രണ്ടും ഒരേ സമയം എക്സ്പ്രസ് ആകുന്നു. ഇതിനെയാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോഡോമിനൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒന്നിൽ രണ്ടും കലർന്ന് പുതിയൊന്നുണ്ടാകുന്നു, പിങ്ക് പൂവ്. മറ്റേതിൽ രണ്ടും വെവ്വേറെയായി പ്രകടമാകുന്നു, ചുവപ്പും വെള്ളയും രോമങ്ങൾ. അടുത്തത് മൾട്ടിപ്പിൾ അലീലിസമാണ്. സാധാരണയായി ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ഒരു ജീനിന്റെ 2 അലീലുകളാണല്ലോ, അമ്മയിൽ നിന്നൊന്നും അച്ഛനിൽ നിന്നൊന്നും. പക്ഷേ ചിലപ്പോൾ ഒരു ജീനിന് 2ൽ കൂടുതൽ അലീലുകളുണ്ടാകാം. ഒരു ജനക്കൂട്ടത്തിൽ 2ൽ കൂടുതൽ അലീലുകൾ കാണും. പക്ഷെ ഒരു വ്യക്തിക്ക് അതിൽ 2 എണ്ണം മാത്രമേ ഉണ്ടാകൂ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, മനുഷ്യരിലെ ABO ബ്ലഡ് ഗ്രൂപ്പ്. ഇത് തീരുമാനിക്കുന്നത് ഒരു ജീനാണ്. പക്ഷെ ആ ജീനിന് 3 അലീലുകളുണ്ട്, IA, IB, I. ഈ 3 അലീലുകൾ പല വിധത്തിൽ ചേർന്നാണ് A, B, AB, O എന്നീ 4 ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്. ഇവിടെ IA-യും IB-യും ഡോമിനന്റാണ്. I ആകട്ടെ റിസസീവാണ്. IA-യും IB-യും ഒരുമിച്ച് വന്നാൽ, അതായത് AB ഗ്രൂപ്പാണെങ്കിൽ, അത് കോഡോമിനൻസിന് ഉദാഹരണമാണ്. കാരണം A ആന്റിജനും ഉണ്ടാകും, B ആന്റിജനും ഉണ്ടാകും. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എന്നത് മൾട്ടിപ്പിൾ അലീലിസത്തിനും കോഡോമിനൻസിനും ഒരു നല്ല ഉദാഹരണമാണ്. അടുത്തത് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. പേരിൽ തന്നെയുണ്ട്, പോളി എന്നാൽ പലത് എന്ന്. അതായത് ഒന്നിൽ കൂടുതൽ ജീനുകൾ ഒരുമിച്ച് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു. നമ്മുടെ തൊലിയുടെ നിറം ഇതിനൊരു നല്ല ഉദാഹരണമാണ്.
നമ്മുടെ സ്കിൻ കളർ തീരുമാനിക്കുന്നത് ഒരു ജീൻ അല്ല. പല ജീനുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഈ ജീനുകൾ മെലാനിൻ എന്ന പിഗ്മെന്റിന്റെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത്. ഓരോ ജീനും കുറച്ചു മെലാനിൻ ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ കൂടുതൽ ഡോമിനന്റ് അലീലുകളുള്ള ആൾക്ക് കൂടുതൽ മെലാനിൻ ഉണ്ടാകും, തൊലിക്ക് കടുത്ത നിറം വരും. കുറച്ച് ഡോമിനന്റ് അലീലുകളുള്ള ആൾക്ക് കുറഞ്ഞ മെലാനിൻ ഉണ്ടാകും, തൊലിക്ക് ഇളം നിറം വരും. അതുകൊണ്ടാണ് മനുഷ്യരിൽ തൊലിക്ക് ഇത്രയധികം വ്യത്യസ്ത ഷേഡുകൾ കാണുന്നത്. ഉയരം, ഭാരം എന്നിവയൊക്കെ പോളിജനിക് ഇൻഹെറിറ്റൻസിന് മറ്റുദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ മെൻഡലിന്റെ നിയമങ്ങൾക്കപ്പുറമുള്ള ചില കാര്യങ്ങൾ പഠിച്ചു. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ-ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം, പോളിജനിക് ഇൻഹെറിറ്റൻസ് എല്ലാം നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി മറ്റൊരു സംശയം. അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത സ്വഭാവങ്ങൾ ചിലപ്പോൾ മക്കൾക്ക് കാണാറില്ലേ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ ഈ സംശയം? അതിന് ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ജീനുകളിൽ വ്യതിയാനങ്ങൾ അഥവാ വേരിയേഷൻസ് വരുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ചില പ്രധാന പ്രക്രിയകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഒന്നാമത്തേതാണ് ക്രോസിംഗ് ഓവർ. ഇത് നടക്കുന്നത് ഗാമീറ്റുകൾ അഥവാ ബീജകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ്. മിയോസിസ് എന്ന കോശവിഭജനം നടക്കുമ്പോഴാണ് ഗാമീറ്റുകൾ ഉണ്ടാകുന്നത്. മിയോസിസിന്റെ ആദ്യഘട്ടത്തിൽ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കിട്ടിയ ഹോമോലോഗസ് ക്രോമസോമുകൾ ജോഡിചേരും. എന്നിട്ട് അവയുടെ ഭാഗങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യും. ഒന്ന് ഓർത്തുനോക്കൂ, ഒരു ക്രോമസോമിന്റെ ഒരു ഭാഗം മുറിഞ്ഞ് മറ്റേ ക്രോമസോമിൽ ഒട്ടിച്ചേരുന്നു, മറ്റേതിന്റെ ഭാഗം ഇപ്പുറത്തും വരുന്നു. ഈ പ്രക്രിയയെയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ജീനുകളുടെ ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാകും, അല്ലേ? അച്ഛന്റെ ക്രോമസോമിലെ ചില ജീനുകളും അമ്മയുടെ ക്രോമസോമിലെ ചില ജീനുകളും ചേർന്ന് ഒരു പുതിയ ക്രോമസോം ഉണ്ടാകുന്നു. ഈ പുതിയ കോമ്പിനേഷനുള്ള ഗാമീറ്റുകൾ ചേർന്നാണ് കുട്ടികളുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അച്ഛനമ്മമാരിൽ ഇല്ലാത്ത പുതിയ സ്വഭാവങ്ങൾ മക്കളിൽ വരുന്നത്. ഭയങ്കര സംഭവമല്ലേ ഇത്? രണ്ടാമത്തെ കാരണമാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ജീനുകളിലോ ക്രോമസോമുകളിലോ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. DNA ഇരട്ടിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന തെറ്റുകൾ കൊണ്ടോ ചില രാസവസ്തുക്കൾ, റേഡിയേഷൻ എന്നിവ കൊണ്ടോ മ്യൂട്ടേഷൻ സംഭവിക്കാം. മ്യൂട്ടേഷനുകൾ ജീനുകളിൽ മാറ്റം വരുത്തും. ഇത് പുതിയ സ്വഭാവങ്ങൾക്ക് കാരണമാകാം. ചില മ്യൂട്ടേഷനുകൾ ദോഷകരമാണ്. അവ രോഗങ്ങൾക്ക് കാരണമാകാം. ഉദാഹരണത്തിന് സിക്കിൾ സെൽ അനീമിയ. ഇത് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന ജീനിൽ വരുന്ന ഒരു മ്യൂട്ടേഷൻ കാരണമാണ്. എന്നാൽ എല്ലാ മ്യൂട്ടേഷനുകളും ദോഷകരമല്ല. ചിലത് ഗുണകരമാകാം, ചിലത് ഒരു മാറ്റവും ഉണ്ടാക്കുകയുമില്ല. പരിണാമത്തിൽ മ്യൂട്ടേഷനുകൾക്ക് വലിയ പങ്കുണ്ട്. പുതിയ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത് മ്യൂട്ടേഷനിലൂടെയാണ്. അപ്പോൾ ക്രോസിംഗ് ഓവറും മ്യൂട്ടേഷനും കാരണമാണ് ജീവികളിൽ ഇത്രയധികം വൈവിധ്യം അഥവാ ഡൈവേഴ്സിറ്റി കാണുന്നത്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കുന്നത് ഇതുകൊണ്ടാണ്. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയത്തിന് ഉത്തരം കിട്ടിയോ? അച്ഛനമ്മമാർക്ക് ഇല്ലാത്ത സ്വഭാവങ്ങൾ എങ്ങനെ മക്കൾക്ക് കിട്ടുന്നു എന്ന് കിട്ടിയല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ? നമ്മൾ ജെനറ്റിക്സ് എന്താണെന്ന് പഠിച്ചു, ജീൻ എഡിറ്റിംഗിനെക്കുറിച്ച് കേട്ടു, DNA-യുടെ ഘടന പഠിച്ചു, ഡബിൾ ഹെലിക്സ് മോഡൽ, വാട്സൺ, ക്രിക്ക് എന്നിവരെ ഓർത്തു. DNA എങ്ങനെ ക്രോമസോമിനുള്ളിൽ പാക്ക് ചെയ്തിരിക്കുന്നു എന്ന് പഠിച്ചു. ഹിസ്റ്റോൺ, ന്യൂക്ലിയോസോം എന്നീ വാക്കുകൾ പഠിച്ചു. മനുഷ്യരിലെ ക്രോമസോമുകളെക്കുറിച്ച് പഠിച്ചു. 46 ക്രോമസോമുകൾ, 23 ജോഡികൾ, സൊമാറ്റിക് സെക്സ് ക്രോമസോംസ് XX, XY. പിന്നെ നമ്മൾ പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. മെൻഡലിന്റെ പരീക്ഷണങ്ങൾ, ഡോമിനന്റ്, റിസസീവ് ട്രെയ്റ്റ്സ്. അതിനുശേഷം നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പഠിച്ചു. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ-ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം, പോളിജനിക് ഇൻഹെറിറ്റൻസ്. അവസാനം നമ്മൾ വേരിയേഷൻസിനെക്കുറിച്ച് പഠിച്ചു. ക്രോസിംഗ് ഓവർ, മ്യൂട്ടേഷൻ. കൊള്ളാം, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഈ ചാപ്റ്റർ കുറച്ച് പ്രയാസമുള്ളതായി തോന്നാം. പക്ഷെ വീണ്ടും വീണ്ടും വായിച്ചാൽ, ആശയങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് വളരെ എളുപ്പമുള്ളതും രസകരവുമായൊരു വിഷയമാണ്. കാരണം ഇത് നമ്മളെക്കുറിച്ചും നമ്മുടെ ജീവനെക്കുറിച്ചുമുള്ള പഠനമാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കണം. പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. DNA-യുടെ ചിത്രം വരയ്ക്കാൻ പഠിക്കണം. AT-GC പെയറിംഗ് മറക്കരുത്. ഓരോ തരം ഇൻഹെറിറ്റൻസിനും ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം.
ക്രോസിംഗ് ഓവർ, മ്യൂട്ടേഷൻ എന്നിവയുടെ പ്രാധാന്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നും കാര്യങ്ങൾ മനസ്സിലായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ വേണ്ടി 800-60666663 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.